നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വന്നത് നമുക്ക് ഇമേജ് എല്ലാം ആഡ് ചെയ്ത് ബില്ല് ചെയ്യാം. മുകളിൽ കാണുന്നതെല്ലാം കാറ്റഗറീസ്. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കാറ്റഗറി വൈസ് ബില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ ടച്ച് ചെയ്താൽ അതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതെല്ലാം നമുക്ക് ബില്ലിലോട്ട് വരും. നമ്മൾ ആ ഐറ്റം ടച്ച് ചെയ്താൽ അത് ബില്ലാവും. നമുക്ക് അതിൽ തന്നെ ടച്ച് ചെയ്താൽ ക്വാണ്ടിറ്റി ആഡ് ആവും. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചധികം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ ഐറ്റം ടച്ച് ചെയ്യാം. അതിനുശേഷം സെൻറ്ററിൽ ടച്ച് ചെയ്യാം. ക്വാണ്ടിറ്റി ഇപ്പോൾ 8 ആണെങ്കിൽ 8 സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വാണ്ടിറ്റി ആഡ് ആവും. അതുപോലെ നമുക്ക് ഓരോ പ്രൊഡക്റ്റും നമുക്ക് ഈസി ആയിട്ട് ബില്ല് ചെയ്യാൻ പറ്റും. എല്ലാത്തിൻ്റെ ഇമേജ് എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് എമൗണ്ട് എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പേ കൊടുക്കുമ്പോൾ റെഡ് കളർ പേ, ക്യാഷ്, കാർഡ്, UPI, നമുക്ക് കസ്റ്റമർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബില്ല് വരും. UPI ആണെങ്കിൽ UPI ടച്ച് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് ടേബിൾ വൈസ് ബില്ല് ചെയ്യാം. നമുക്ക് ഓരോ ടേബിളും ആഡ് ചെയ്ത് ബില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഈ ഡിവൈസിൽ തന്നെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ, പിന്നെ നമുക്കിതിൽ ടേക്ക് അവേ, പാഴ്സൽ, ഹോം ഡെലിവറി അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ്, ടേക്ക് അവേ, ഹോം ഡെലിവറി ആ ഓപ്ഷനെല്ലാം നമുക്ക് മെൻഷൻ ചെയ്ത് ബില്ല് ചെയ്യാൻ പറ്റും. KOT വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ KOT സെപ്പറേറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 ബില്ല്, എത്ര ബില്ല് വേണമെങ്കിൽ നമുക്കിതിൽ എടുക്കാൻ പറ്റും ടച്ച് ചെയ്ത്. നമുക്ക് റിപ്പോർട്ടൊക്കെ ഈ 3 ലൈൻസ് എടുക്കാം. നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടച്ച് ചെയ്യാം. നമുക്ക് ഇതിൽ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റിൻ്റെ നെയിം, പ്രൈസ്, ബാർകോഡ് ഉണ്ടെങ്കിൽ ബാർകോഡ്, ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ട്, കാറ്റഗറി. നമ്മൾ സേവ് വെച്ച കാറ്റഗറീസ് എല്ലാം കാണിക്കും. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ആ കാറ്റഗറിയിൽ ആഡ് ആയിക്കോളും. അതുപോലെ തന്നെ നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യണമെങ്കിൽ കാറ്റഗറി ടച്ച് ചെയ്യുക. എന്നിട്ട് പ്ലസ് കൊടുത്താൽ മതി. കാറ്റഗറിയുടെ പേര് എഴുതി സേവ് കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറി ആഡ് ആവും. നമുക്ക് ഇതിൽ തന്നെ ടാക്സ് ആഡ് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിപ്പോർട്ടൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3 ലൈൻസ് എടുക്കാം. റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ടച്ച് ചെയ്യാം. നമുക്ക് റിപ്പോർട്ട് പോകണ വരുമ്പോൾ നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും വന്നത്. ഇന്നിപ്പോൾ നമുക്ക് 1026 രൂപയുടെ നമുക്ക് ക്യാഷ് കിട്ടി, 30 ബില്ല് അടിച്ചിട്ടുണ്ടെന്ന്. ടാക്സ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ടാക്സ് കാണിക്കും. പിന്നെ നമുക്ക് റിപ്പോർട്ടൊക്കെ ഗ്രാഫ് വൈസ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ക്യാഷ്, കാർഡ്, പേ ലേറ്റർ, UPI. ക്യാഷിൽ നമുക്ക് 836 വന്ന്, UPIയിൽ നമുക്ക് 190 വന്നു. അങ്ങനെയുള്ള സെപ്പറേറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ നമുക്ക് ഡൈനിങ്, ടേക്ക് അവേ, ഡെലിവറി നമുക്ക് അതിൽ സെയിലായ ഡീറ്റെയിൽസ് കാണിക്കും. താഴത്തോട്ട് നമുക്ക് ഐറ്റം വൈസ് റിപ്പോർട്ട് കിട്ടും. നമുക്കിതെല്ലാം ഐറ്റം വൈസാണ്. പിന്നെ നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ ഇൻറ്റിഗ്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻറ്റിഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബില്ല് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ബില്ലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചേക്കുന്ന ബില്ല് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കത് ചെക്ക് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുത്താൽ നമുക്ക് പ്രിൻ്റ് വരും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. കസ്റ്റമർ ആഡ് ചെയ്യാൻ പറ്റും, KOT അടിക്കാൻ പറ്റും. നമുക്ക് തന്നെ ചിലവുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ നമ്മുടെ അഡ്രസ്സിൽ തന്നെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ നെയിം, എത്ര ഇഞ്ച് പ്രിൻ്റർ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാൻ പറ്റും. നമുക്ക് യൂസർ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്.